നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കളിക്കുന്നതിനിടെ താഴെ വീണാണ് മരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 നാൾ. ബുധനാഴ്ച കൊട്ടിക്കലാശം. പുതുക്കാട് നിന്നുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ തൃശൂരിലേക്ക് മാറ്റി. പുതുക്കാട് സ്റ്റാൻഡിനെ അവഗണിച്ച് KSRTC അധികൃതർ. തൃശൂർ മാന്നാമംഗലം ആനക്കുഴിയിൽ കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത്. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കളിക്കുന്നതിനിടെ താഴെ വീണാണ് മരണം. വരന്തരപ്പള്ളി നൊട്ടൻമൂല ആഴ്ചങ്ങാടൻ വർഗീസ് സിനി ദമ്പതികളുടെ മകൻ 15 വയസ്സുള്ള ക്രിസ്റ്റിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കുട്ടികൾ കളിക്കുന്നതിനിടെ താഴെ വീണ് കിടക്കുന്ന നിലയിൽ ക്രിസ്റ്റിയെ കണ്ടെത്തുകയായിരുന്നുവെന്നും രക്തം ഛർദ്ദിച്ച നിലയിലായിരുന്നുവെന്നും വീട്ടുകാർ പറഞ്ഞു. ഉടൻ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുട്ടിക്ക് അപസ്മാരം ഉള്ളതായി വീട്ടുകാർ പറഞ്ഞു. പള്ളിക്കുന്ന് അസംഷൻ CJMA സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ക്രിസ്റ്റി. SSLC പരീക്ഷാഫലം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത മരണം. സിൻഡർല, സ്റ്റോവിൻ എന്നിവർ സഹോദരങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി 2 നാൾ. ബുധനാഴ്ച കൊട്ടിക്കലാശം. മാർച്ച് 16-ന് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനു മുൻപ് തന്നെ മുന്നണികൾ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. 40 ദിവസം പ്രചാരണ പ്രവർത്തനങ്ങൾ ആവേശം ചോരാതെ നിലനിർത്താൻ മുന്നണികൾ ഏറെ പണിപ്പെട്ടെങ്കിലും കുറഞ്ഞത് 3 തവണയെങ്കിലും ലോക്സഭാ മണ്ഡലത്തിന്റെ ഓരോ ഭാഗങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളുമായി സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം തന്നെ എന്ന് പറയാം. കുടുംബസംഗമങ്ങളും റാലികളും റോഡ് ഷോകളും തെരഞ്ഞെടുപ്പ് യോഗങ്ങളും നടത്തി പൊള്ളുന്ന കാലാവസ്ഥയിലും ആവേശം കുറയാതെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയി. ഇനി ബുധനാഴ്ച മുന്നണികളുടെ റോഡ് ഷോയും പരസ്യപ്രചാരണത്തിൻ്റെ കലാശക്കൊട്ടും നടക്കും. പിന്നെ 25-ന് നിശബ്ദ പ്രചാരണം, 26-ന് പോളിംഗ് ബൂത്തിലേക്ക്. TN പ്രതാപന്റെ പ്രവർത്തന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചും കേന്ദ്രത്തിൽ ഭരണമാറ്റം വാഗ്ദാനം ചെയ്തുമാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ വോട്ട് തേടുന്നത്. തൃശൂരിൻ്റെ MLAയും മുൻ കൃഷിമന്ത്രിയും എന്ന നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങളും അനുഭവസമ്പത്തും ഉയർത്തിക്കാണിച്ചാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്ന മോദിയുടെ ഗ്യാരണ്ടി, അതാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഉറപ്പ് നൽകുന്നത്. ഒപ്പം ഇതുവരെ തൃശൂരിന് നൽകിയ വികസന സംഭാവനകൾ ഓർമ്മിപ്പിച്ചും NDA വോട്ടർമാരെ സമീപിക്കുന്നു. 3 മുന്നണികളും പരസ്യപ്രചാരണത്തിൻ്റെ കലാശക്കൊട്ടിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തൃശൂർ നഗരത്തെ തന്നെയാണ്. എങ്കിലും വിവിധ കേന്ദ്രങ്ങളിൽ പ്രാദേശിക നേതാക്കൾ നേതൃത്വം നൽകുന്ന റാലിയും കൊട്ടിക്കലാശവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് NCTV. തൃശൂർ മാന്നാമംഗലം ആനക്കുഴിയിൽ കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത്. മണിക്കൂറുകൾക്ക് നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ ചൊവ്വാഴ്ച രാവിലെയാണ് ആന ചരിഞ്ഞത്. ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത്. ആഴമുള്ള വെള്ളമുള്ള കിണറ്റിലാണ് ആന വീണത്. ആനയെ കരയ്ക്ക് കയറ്റാനായി JCB ഉപയോഗിച്ച് മണിക്കൂറോളം പരിശ്രമിച്ച് മണ്ണുമാന്തി ആനയുടെ സമീപത്ത് വരെ എത്തിയതായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് രാവിലെ 7 മണിയോടെ ആന ചെരിഞ്ഞത്. അനങ്ങാനാവാതെ കിണറിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ആന കിണറ്റിൽ കിടന്നത്. വീഴ്ചയുടെ ആഘാതത്തിൽ നടുവിനേറ്റ സാരമായ പരിക്കാകാം മരണകാരണം എന്നാണ് നിഗമനം. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പ്രദേശമാണ് ആനക്കുഴി. ക്രെയിൻ ഉപയോഗിച്ച് ആനയുടെ ജഡം പുറത്തെത്തിച്ചു. വനത്തിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിക്കും. നിരന്തരം ആനശല്യം ഉള്ള മേഖലയാണ് മാന്നാമംഗലം. കഴിഞ്ഞ ദിവസവും ആനക്കുഴി പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. അതേ അവസ്ഥയിൽ ഇവിടെ കുറെ റബ്ബറുകൾ വെട്ടാൻ നിൽക്കുന്നുണ്ട്. ആ റബ്ബറൊന്നും വെട്ടാൻ രാത്രി ഒന്നും വെട്ടാൻ പറ്റില്ല. നേരം വെളുത്ത് ആനയൊക്കെ പോയെന്ന് അറിഞ്ഞിട്ട് തന്നെ വെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും ഒരു പേടിച്ചാണ്. ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റാത്തവർക്ക് കൂടി ജീവിക്കണമല്ലോ. അപ്പോൾ ഭയങ്കര വിഷമത്തിന് ബുദ്ധിമുട്ടിലാണ് ജീവിതം കാര്യങ്ങളൊക്കെ. ഇതൊരു നിത്യേന എന്നുള്ള സംഭവം തന്നെയാണ്. ആന വരും എല്ലാ മൃഗങ്ങളും ഇങ്ങനെ വന്നുണ്ട്. പക്ഷെ
ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കണ്ട് വിളിച്ചാൽ വരും. ഇന്നലെ തന്നെ രാത്രി 12 മണിക്കൂടെ ഉണ്ടായത്. 1 മണിയായപ്പോഴത്തേക്കും അവർ വന്നു കാര്യങ്ങളൊക്കെ വേണ്ടതാക്കി. അങ്ങനെയൊക്കെ പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് 3 ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ കൂടി തൃശൂർ ഡിപ്പോയിലേക്ക് മാറ്റിയപ്പോൾ പുതുക്കാട് ഓർഡിനറി സർവീസുകൾ മാത്രമുള്ള ജില്ലയിലെ ഏക ഡിപ്പോ ആയി മാറി. തൃശൂർ, എറണാകുളം, കോട്ടയം റൂട്ടിലോടുന്ന സർവീസുകൾ ആണ് തൃശൂരിലേക്ക് മാറ്റിയത്. പുതുക്കാട് സ്റ്റാൻഡിനെ അവഗണിക്കുന്ന നിലപാടാണ് അധികൃതർ കൈക്കൊണ്ടതെന്ന് യാത്രക്കാർ പറയുന്നു. തൃശൂർ പുതുക്കാട് റൂട്ടിൽ വരുമാനമില്ല എന്ന കാരണം നിരത്തിയാണ് അധികൃതർ തൃശൂരിലേക്ക് ബസ് മാറ്റിയത്. എന്നാൽ ബസ് തൃശൂരിലെത്തിയാൽ പുതുക്കാട് സ്റ്റാൻഡിലേക്കുള്ള ബസിന്റെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടുകയോ മൈക്കിൽ കൂടി അനൗൺസ് ചെയ്യുകയോ ചെയ്യാറില്ലെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു. പുതുക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ മണ്ണുത്തി വഴി ബൈപ്പാസ് റൈഡർ ഓടിച്ചാൽ നല്ല വരുമാനം ലഭിക്കുകയും യാത്രക്കാർക്ക് തൃശൂർ വഴി പോകുമ്പോഴുണ്ടാകുന്ന സമയനഷ്ടം പരിഹരിക്കാൻ കഴിയുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. 150 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയ പുതുക്കാട് ഹബ്ബ് നിർമ്മാണം എവിടെയും എത്തിയില്ല. കോവിഡ് സമയത്ത് നിർത്തിയ തൃപ്രയാർ, പാലപ്പിള്ളി, ചേർപ്പ് അടക്കമുള്ള സർവീസുകൾ ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ ഡിപ്പോകൾ കോയമ്പത്തൂർ ഫാസ്റ്റ് ആരംഭിച്ചിട്ടും പുതുക്കാടിന് ഒരു പുതിയ സർവീസ് ഇനിയും ലഭ്യമായിട്ടില്ല. ഇരിഞ്ഞാലക്കുട ഡിപ്പോയിലെ ഭൂരിപക്ഷം ഫാസ്റ്റ് ബസ്സുകൾ തൃശൂർ, ഇരിഞ്ഞാലക്കുട, ആലുവ, ഇരിഞ്ഞാലക്കുട റൂട്ടുകളിൽ ആളില്ലാതെ ഓടുമ്പോൾ പുതുക്കാടിൻ്റെ ഫാസ്റ്റിനെ മാറ്റിയത് കനത്ത അവഗണനയാണെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. പുതുക്കാട് LDF പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച മണ്ഡലത്തിൽ ബൈക്ക് റാലി നടത്തി. 500ഓളം ഇരുചക്ര വാഹനങ്ങൾ പങ്കെടുത്ത റാലി രാവിലെ തലോറിൽ നിന്നും ആരംഭിച്ചു. ആമ്പല്ലൂർ, പുതുക്കാട്, കല്ലൂർ, മാവിൻചുവട്, വരന്തരപ്പള്ളി, മുപ്ലിയം, കോടാലി, മറ്റത്തൂർ എന്നീ കേന്ദ്രങ്ങൾ വഴി പറപ്പൂക്കര പഞ്ചായത്തിലെ കോന്തിപുലത്ത് സമാപിച്ചു. KK രാമചന്ദ്രൻ MLA, PK ശിവരാമൻ, TA രാമകൃഷ്ണൻ, VS പ്രിൻസ്, KJ ഡിക്സൺ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനോടൊപ്പം ഉണ്ടായിരുന്നു. LDF വികസന പത്രിക പ്രകാശനം ചെയ്തു. പുതുക്കാട് മണ്ഡലത്തിലെ കഴിഞ്ഞ 8 വർഷങ്ങളിലായി നടപ്പിലാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പുറത്തിറക്കിയ വികസന പത്രിക പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യർ പ്രകാശനം ചെയ്തു. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, LDF പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ PK ശിവരാമൻ, PK ശേഖരൻ, രാഘവൻ മുളങ്ങാടൻ, ജോർജ് താഴേക്കാടൻ എന്നിവർ പങ്കെടുത്തു. ചായയും കാപ്പിയും സോഡാ സർബത്തുമെല്ലാം മൺപാത്രങ്ങളിൽ വിളമ്പുന്ന കല്ലൂർപ്പാടം വഴിയിലെ KC സ്പേസ് ജനശ്രദ്ധ നേടുകയാണ്. ഏകദേശം 2 മാസം മുൻപാണ് KC സ്പേസ് കല്ലൂർപ്പാടം വഴിയിൽ ആരംഭിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങിക്കഴിയുക എന്ന ആശയത്തിലൂന്നി എന്തെങ്കിലും ചെയ്യണം എന്ന ചിന്തയാണ് എല്ലാ വിഭവങ്ങളും മൺപാത്രത്തിൽ തന്നെ വിളമ്പുക എന്ന തീരുമാനത്തിൽ എത്തിച്ചത്. ഇവിടെ ചായയും കാപ്പിയും ചെറുകടികളും കഞ്ഞിയും തണ്ണീർമത്തനും സോഡാ സർബത്തുമെല്ലാം വിളമ്പുന്നത് മൺപാത്രങ്ങളിലാണ്. 1 മാസം ആയി ഇതിവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ മൺപാത്രങ്ങളിൽ ഒരു വ്യത്യസ്തത വേണം എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേക സ്ഥലമാണ്. കാരണം ഇവിടെ മുൻകാലങ്ങളിൽ വേസ്റ്റുകൾ, അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള പല വേസ്റ്റുകളും ഈ ഭാഗത്ത് കൊണ്ട് തട്ടിയിടുന്ന സ്ഥലമാണ്. ഇവിടെ വിജനമായി നിൽക്കുന്നതാണ്. അപ്പോൾ വിജനമായിട്ടുള്ള ഈ ഭാഗത്ത് കൂടുതൽ നമ്മൾ ടോൾ കടന്നു വരുന്ന വാഹനങ്ങൾ ഇതിലൂടെ പാസിങ് കൂടുതലായപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയാൽ ഒരു പ്രത്യേകത വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് മുഴുവൻ മൺപാത്രങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നല്ല പ്രതികരണമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ കൂടി നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല സഹകരണം കിട്ടുന്നുണ്ട്. നമ്മൾ കഞ്ഞി മൺകലത്തിൽ തന്നെ കഞ്ഞി വെച്ച് അത് പകർത്തി ചെറിയ പാത്രങ്ങളിൽ മൺപാത്രങ്ങളിലാക്കിയിട്ട് അതുപോലെ അതിൻ്റെ ചെറിയ കറികളും മൺപാത്രങ്ങളിലാക്കി കൊടുക്കുന്നു. പാല് അതുപോലെ തന്നെ പാല് മൺചട്ടിയിൽ തന്നെ രാവിലെ തിളപ്പിച്ച് അത് പിന്നെ ചായ പറയുമ്പോൾ അതിൽ നിന്ന് പാലെടുത്ത് ചായ മൺ ഗ്ലാസ്സിൽ തന്നെ കൊടുക്കുന്നു. കല്ലൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റാണ് KC സ്പേസ് ഉടമ KC സന്തോഷ്. മുട്ടിത്തടി സ്വദേശിയായ ഇദ്ദേഹം യൂണിയൻ തൊഴിലാളിയുമായിരുന്നു. KC സ്പേസിൽ കർഷകരുടെ ജൈവ കാർഷികോൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിപണനം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സമീപത്തെ പല കർഷകരും ഇത്തരത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ച് വിപണനം ചെയ്യുന്നു. കൂടാതെ കർഷകർക്ക് ആവശ്യമുള്ള ആട്ടിൻ കാഷ്ടവും ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റുമെല്ലാം ഇവർ വിപണനം ചെയ്യുന്നുണ്ട്. അതുപോലെ നാടൻ പുളി, അത് കുടുംബശ്രീയുടെ ഒരു സംരംഭത്താണ്, അത് വെച്ചിട്ടുണ്ട്. നാടൻ പഴങ്ങൾ, അങ്ങനെ കിട്ടുന്നത് എന്താണോ നമ്മൾ കർഷകരിൽ നിന്ന് ഇവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതുപോലെ ആട്ടിൻകാട്ടം നമ്മൾ ഉണക്കി പൊടിച്ച് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന് കർഷകർ നല്ല അഭിപ്രായമാണ് അതിനുള്ളത്. അപ്പോൾ എല്ലാം കൂടിയിട്ടൊരു
എല്ലാതും കൂടിയിട്ടാകുമ്പോഴാണ് നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാവുന്നൊരു ഇതിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ ചെറിയ രീതിയിലാണ് നഴ്സറി തുടങ്ങിയിട്ടുള്ളത്. ഈ വേനൽ കടുത്തപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇറക്കിയിട്ടില്ല, ചെറിയ രീതിയിലാണ് തുടക്കം വെച്ചിട്ടുള്ളത്. കല്ലൂർപ്പാടം വഴിയിൽ ആരംഭിച്ച് ചുരുങ്ങിയ നാൾ കൊണ്ട് ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് KC സ്പേസ്. മൺചട്ടികളിലും മൺഗ്ലാസുകളിലും വിളമ്പുന്ന വിഭവങ്ങൾ തന്നെയാണ് KCയെ ശ്രദ്ധേയമാക്കുന്നത്. ശരിക്കും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുത്തരിച്ചോറിൻ്റെ കഞ്ഞി, അതും ഈ നല്ല മൺചട്ടിയിലാണ് നമുക്ക് സെർവ് ചെയ്തത്. ഒപ്പം നമുക്ക് മുതിരപ്പുഴുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാന്താരി അരച്ച് ചേർത്ത് നല്ല ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ് നമുക്ക് മൺപാത്രങ്ങളിലാണ് ഇവിടെ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കല്ലൂർപ്പാടം വഴിയിലുള്ള KC സ്പേസ് എന്ന സന്തോഷേട്ടൻ്റെ കടയിലേക്ക് വരിക. മൺപാത്രങ്ങളിൽ അടിപൊളിയായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ കഞ്ഞി കുടിച്ച സംതൃപ്തിയോടെ ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. ഫാസ്പാഡിയുടെ ആഭിമുഖ്യത്തിൽ KSEBയുടെയും ലക്ഷ്യ എക്സലൻസ് കെയറിന്റെയും സഹകരണത്തോടെ കോടാലി CC ടവറിൽ ഊർജ്ജ സംരക്ഷണ സെമിനാർ നടത്തി. ഫാസ് ജനറൽ സെക്രട്ടറി VK കാസിം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. TV വിമൽകുമാർ ഊർജ്ജ സംരക്ഷണ ക്ലാസ് നയിച്ചു. വെള്ളിക്കുളങ്ങര അസിസ്റ്റന്റ് എഞ്ചിനീയർ G ഗീതു, T ബാലകൃഷ്ണ മേനോൻ, ഷീജ അവറാൻകുട്ടി, IR അരവിന്ദാക്ഷൻ, OP ജോണി, മെൽവിൻ തോമസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികളും കർഷകരും സെമിനാറിൽ പങ്കെടുത്തു. PN രവീന്ദ്രൻ 3ാം അനുസ്മരണ ദിനവും എൻഡോവ്മെന്റ് വിതരണവും തലവണിക്കരയിൽ നടന്നു. KK രാമചന്ദ്രൻ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. TS ബൈജു അധ്യക്ഷത വഹിച്ചു. കായിക മേഖലയിൽ മികച്ച ഫുട്ബോളറായ VS സുറീകുട്ടനെ PN രവീന്ദ്രൻ എൻഡോവ്മെന്റ് KK രാമചന്ദ്രൻ MLA സമ്മാനിച്ചു. 10,000 രൂപയും മൊമെന്റോയും ആണ് അവാർഡ്. CPM ഏരിയ സെക്രട്ടറി KP പോൾ പതാക ഉയർത്തി. NN ദിവാകരൻ, KA സുരേഷ്, KM വാസുദേവൻ, ഓമന കൃഷ്ണൻകുട്ടി, KA അനിൽകുമാർ, KM ബാബു, സദാശിവൻ എന്നിവർ സംസാരിച്ചു. 50 വർഷത്തിലേറെയായി അരങ്ങത്ത് നിറഞ്ഞു നിൽക്കുന്ന നാടക കലാകാരൻ പ്രഭാകരൻ കോടാലിയെ മറ്റത്തൂർ കടശപുരം ക്ഷേത്രസമിതി ആദരിച്ചു. ക്ഷേത്രസമിതി ഭാരവാഹികളായ NR ദിനേശൻ, NR സുരേഷ് ബാബു, VP സോമൻ എന്നിവർ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു. തുടർന്ന് പ്രഭാകരൻ കോടാലി മുഖ്യ കഥാപാത്രമായുള്ള നാടകവും അരങ്ങേറി. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീകോവിലിന്റെയും കീഴ്ക്കാവിന്റെയും ആധാരശില ബുധനാഴ്ച സ്ഥാപിക്കും. ചടങ്ങ് ക്ഷേത്രം തന്ത്രി അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ, ദേവസ്വം ബോർഡ് മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, കമ്മീഷണർ C അനിൽകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, പത്മനാഭ ശർമ്മ, പഴങ്ങാപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരാകും. കാശിമഠം ബാബു സ്വാമിയുടെ പുതിയ പുസ്തകമായ ആചാരപുരാണത്തിന്റെ പ്രകാശന കർമ്മം ശിവരാമൻ മാസ്റ്റർ നിർവഹിച്ചു. കോടാലിയിൽ നടന്ന ചടങ്ങിൽ പൊതുപ്രവർത്തകൻ VK കാസിം അധ്യക്ഷത വഹിച്ചു. പുസ്തകത്തിന്റെ ആദ്യ പ്രതി SN സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ സതീഷ് ബാബു ഏറ്റുവാങ്ങി. TR ഔസേപ്പുകുട്ടി, PC വേലായുധൻ, വിശ്വൻ പള്ളിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഒറ്റയടിക്ക് 1120 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 52,920 രൂപയിലെത്തി. 12 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില ഇത്രയും താഴുന്നത്. ഏപ്രിൽ 20 മുതൽ 1,600 രൂപ കുറഞ്ഞിട്ടുണ്ട്. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 52,920 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന്റെ വിപണി വില 140 രൂപ കുറഞ്ഞ് 6,615 രൂപയാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,615 രൂപയും പവന് 52,920 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ പാലത്തുപറമ്പ് ചെറുശ്ശേരി പരേതനായ ജോർജ് ഭാര്യ LC അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിജോ, സൈജി, സിജി, വിജോ എന്നിവർ മക്കളും നിമ്മി, ജോൺസൺ, ബിജു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കളിക്കുന്നതിനിടെ താഴെ വീണാണ് മരണം.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 നാൾ. ബുധനാഴ്ച കൊട്ടിക്കലാശം. പുതുക്കാട് നിന്നുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ തൃശൂരിലേക്ക് മാറ്റി. പുതുക്കാട് സ്റ്റാൻഡിനെ അവഗണിച്ച് KSRTC അധികൃതർ. തൃശൂർ മാന്നാമംഗലം ആനക്കുഴിയിൽ കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.